നികുതി സമ്പ്രദായത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച 2025 ആദായ നികുതി ബിൽ ആധുനികതയിലേക്കും കാര്യക്ഷമതയിലേക്കും ഒരു പുതിയ പാത വെട്ടിത്തുറക്കുന്നു. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള 1961 ആദായ നികുതി നിയമത്തിന് പകരമായിട്ടാണ് ഈ ചരിത്രപരമായ നിയമനിർമ്മാണം വരുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ബില്ല് നികുതി നിയമങ്ങൾ ലളിതമാക്കാനും ഭരണപരമായ നൂലാമാലകൾ കുറയ്ക്കാനും സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നികുതിദായകർക്കും ചെറുകിട വ്യവസായകർക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന നിരവധി വ്യവസ്ഥകൾ പുതിയ ബില്ലിലുണ്ട്. പുതിയ ബിൽ നിലവിലുള്ള നികുതി നിരക്കുകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇത് നികുതിദായകർക്ക് സ്ഥിരതയുടെ ഒരു സൂചന നൽകുന്നു. എങ്കിലും കഴിവുകളിലും ഇളവുകളിലും വരുത്തിയ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരന് വലിയ ആശ്വാസം നൽകും. 4 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന സാഹചര്യം തുടരും. എന്നാൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 12,500 രൂപയുടെ പൂർണ്ണമായ നികുതി ഇളവ് ലഭിക്കും. ഇതുകൂടാതെ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്കായി ഒരു പുതിയ ടാപ്പറിംഗ് റിബേറ്റ് സംവിധാനം ബിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സംവിധാനം വഴി 60,000 വരെ നികുതി ആശ്വാസം ലഭിക്കും. ഉയർന്ന വരുമാനമുള്ളവർക്ക് ഈ ആനുകൂല്യം ക്രമേണ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന. 4,01,000 രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 5% നികുതിയും 8,01,000 രൂപ മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 10% നികുതിയും നൽകണം. അതുപോലെ 24 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി ഈടാക്കും. കൂടാതെ വീട് നിർമ്മാണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഭവന വായ്പയുടെ പലിശ വീടിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം 5 തുല്യ ഘടുക്കളായി കുറയ്ക്കാൻ പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ ആനുകൂല്യം സ്വന്തം ആവശ്യത്തിനായി താമസിക്കുന്നവർക്കും വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീടുകൾക്കും ലഭിക്കും. ഇത് ഭവന നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. സാധാരണ വാടക എന്ന പദത്തെക്കുറിച്ചുള്ള അവ്യക്തത നീക്കുന്നതിനായി പുതിയ നിയമം വ്യക്തമായ നിർവചനം നൽകുന്നു. ലഭിക്കുന്ന യഥാർത്ഥ വാടകയുടെയോ കണക്കാക്കിയ വാടകയുടെയോ ഉയർന്ന തുകയ്ക്കാണ് ഇനി നികുതി കണക്കാക്കുക. മുനിസിപ്പൽ നികുതി കുറച്ച ശേഷം വീടിന്റെ വാടക വരുമാനത്തിന്റെ 30% സാധാരണ കിഴിവായി ലഭിക്കും. ലിസ്റ്റഡ് ഫണ്ടുകൾക്ക് കീഴിൽ ലഭിക്കുന്ന പെൻഷൻ തുകയ്ക്ക് ജീവനക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ കിഴിവ് ലഭിക്കും. ഇത് പെൻഷൻകാർക്ക് വലിയ ആശ്വാസമാണ്. പുതിയ ബിൽ ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്കും പ്രൊഫഷണലുകൾക്കും നികുതി നടപടികൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് അനുമാന നികുതി. ചെറുകിട ബിസിനസ്സുകാർക്ക് ഈ പദ്ധതി തിരഞ്ഞെടുക്കാനുള്ള വരുമാന പരിധി 2 കോടിയായി ഉയർത്തി. പ്രൊഫഷണലുകൾക്ക് ഇത് 75 ലക്ഷമാണ്. ഇത് MSMEകൾക്ക് നികുതി ഫയലിംഗ് ലളിതമാക്കാൻ സഹായിക്കും. എന്നാൽ ഈ പദ്ധതി തിരഞ്ഞെടുക്കുന്ന നികുതിദായകർ 5 വർഷത്തേക്ക് തുടർച്ചയായി ഈ രീതിയിൽ ലാഭം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവർ ഓഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ നിർബന്ധിതരാകും. അതോടൊപ്പം സ്ഥിരത ഉറപ്പാക്കാനും കൂടുതൽ സംരംഭങ്ങളെ ഉൾക്കൊള്ളിക്കാനും വേണ്ടി ഔദ്യോഗിക MSME നിയമങ്ങളുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള നിർവചനങ്ങൾ ബിൽ കൊണ്ടുവരുന്നുണ്ട്. നികുതി ബാധ്യതയില്ലാത്ത നികുതിദായകർക്ക് നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ മുൻകൂറായി നിൽ TDS സർട്ടിഫിക്കറ്റ്സ് നൽകാനുള്ള സൗകര്യം ലഭ്യമാക്കി. ക്രിപ്റ്റോ കറൻസികൾക്കും മറ്റ് ഡിജിറ്റൽ ആസ്തികൾക്കും മൂലധന നേട്ടങ്ങളായി നികുതി ചുമത്തുന്നതിന് വ്യക്തമായ വ്യവസ്ഥകൾ ഈ ബിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് പുതിയ കാലഘട്ടത്തിലെ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള നിയമപരമായ അവ്യക്തതകൾക്ക് വിരാമമിടുന്നു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഇന്ത്യയിൽ നികുതി ഇളവ് പദവി നൽകിയിട്ടുണ്ട്. 2025 സ്കീമിന് കീഴിലുള്ള ചില വരിക്കാർക്ക് ആനുകൂല്യങ്ങളിൽ പൂർണ്ണ നികുതി ഇളവ് ലഭിക്കും. ബില്ലിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണെങ്കിലും ചില വ്യവസ്ഥകൾ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. നികുതി റീഫണ്ടുകൾ ക്ലെയിം ചെയ്യുന്നതിന് നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന വ്യവസ്ഥ ബിൽ നിലനിർത്തി. ഇത് നികുതി നൽകേണ്ട പരിധിക്ക് താഴെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേരെ ബാധിക്കും. TDS റീഫണ്ടുകൾ ലഭിക്കാൻ വേണ്ടി മാത്രം ഇവർക്ക് റിട്ടേണുകൾ സമർപ്പിക്കേണ്ടി വരും. ഈ ആവശ്യം ഒഴിവാക്കണമെന്ന ഒരു പ്രധാന പാനലിന്റെ നിർദ്ദേശം സർക്കാർ തള്ളിക്കളഞ്ഞു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് പിഴയോ പ്രോസിക്യൂഷനോ നേരിടേണ്ടി വരാം. ഇത് ചെറുകിട നികുതിദായകരെയും മുതിർന്ന പൗരന്മാരെയും ബുദ്ധിമുട്ടിലാക്കും. നികുതി നിയമങ്ങൾ ലളിതമാക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഈ ബിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി വളർച്ചയ്ക്ക് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ നികുതിദായകർക്കും ബിസിനസ്സുകൾക്കും പുതിയ നിയമങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും മതിയായ സമയം ലഭിക്കും. സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ ഈ ബില്ലിനെ കുറിച്ചുള്ള സാധ്യതകളെയും വെല്ലുവിളികളെയും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നികുതി സമ്പ്രദായത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമോ എന്ന് വരും വർഷങ്ങളിൽ കണ്ടറിയണം.